അഡ്വക്കേറ്റ് രാംകുമാർ, അങ്ങ് സജീവ നിയമവിദഗ്ധനാണ്. വളരെ കൃത്യമായി രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യുന്ന നിയമജ്ഞൻ കൂടിയാണ് അങ്ങ്. എന്താണ് ഈ കോൺഗ്രസിന് സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ വലിയ സമ്മർദ്ദം നേരിടുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ. എന്താണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത്? രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് പരിജ്ഞാനമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ കേരളത്തിലൊരു സാധാരണ പൗരൻ, ഒരു പൗരബോധമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് കാണുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്ത് നിയാസിൻ്റെ അവകാശവാദം കേട്ട് വാസ്തവത്തിൽ എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നാണ്. പാവം, ആ പാർട്ടിയുടെ നിസ്സഹായാവസ്ഥയും ദയനീയാവസ്ഥയും ആലോചിക്കുമ്പോൾ പണ്ട് അതിൻ്റെ ആരാധകരായിരുന്ന എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരു കാലത്ത് മഹത്തരമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഒരു മതസംഘടനയുടെ കാൽ കീഴിൽ ഓച്ചാനിച്ച് നിന്ന് അവർ പറയുന്നത് മാത്രം കേട്ട് 4 സീറ്റ് ഉണ്ടാക്കുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ജനാധിപത്യത്തെ പറ്റി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ക്ഷണിക്കുകയാണ്. ശ്രീ സഞ്ജീവ റെഡ്ഡിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച് പകരം വി ഗിരിയെ ജയിപ്പിച്ചതാണോ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ? എന്നിട്ട് ആ വി ഗിരി ജയിച്ച ശേഷം പാർട്ടിയെ പിളർത്തി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ പുറത്ത് ഒരു വ്യക്തിയുടെ കയ്യിൽ പാർട്ടി മുഴുവൻ. ഇതാണോ ജനാധിപത്യ രീതി? അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സംസാരിക്കാനുള്ള അവകാശം പരിപൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടതാണ്. ഇവിടെ പ്രത്യയശാസ്ത്രങ്ങൾ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ മുഴുവൻ മറന്നു. മതസംഘടനകളുടെയും മതപ്രവർത്തകരുടെയും ഭീകരമായ ഏകീകരണമാണ് നമ്മുടെ കേരളത്തിൽ നടന്നത്. അവർ പറയുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു, അവർ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ അവർ ജയിപ്പിച്ചു, അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ ആര് നിൽക്കണം എന്നവർ തീരുമാനിച്ചു. ഇത്രയും നഗ്നമായ മതധ്രുവീകരണം നമ്മുടെ നാട്ടിൽ നടന്നത് വേറൊരു സംസ്ഥാനത്ത് പോലുമില്ല. ഇന്ന് വി സതീശൻ അവകാശപ്പെടുന്നത് അവരുടെയും കൂടി അഭിപ്രായം വെച്ചിട്ട് വേണം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ. എന്തൊരു ഗതികേടാണ്! 63 സീറ്റ് കിട്ടിയ കോൺഗ്രസ്സിന് സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കാൻ 23 സീറ്റ് കിട്ടിയ പാർട്ടിയുടെ അനുഗ്രഹം വേണം എന്ന ഗതികളിലേക്ക് അത് താണെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ വിജയമാണോ അതോ മതാധിപത്യത്തിൻ്റെ വിജയമാണോ എന്ന് ഇപ്പോഴും മതേതരവാദിയാണെന്ന് വീമ്പിളക്കുന്ന എൻ്റെ സുഹൃത്ത് നിയാസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് തങ്ങളുടെ പാർട്ടിയുടെ ഗതികേട്. ഇന്ന് പാണക്കാട് തങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കുന്ന ഗതികേടിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും. സന്ദീപ് വാര്യർ ജയിച്ചു വന്നിട്ട് KPCC ഓഫീസിലല്ല ആദ്യം പോയത് പാണക്കാടാണ്. എന്താണ് എൻ്റെ സൂചന? അവരുടെ ഔദാര്യത്തിലും അതിലും ആണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്ന് സീറ്റുകളുടെ കണക്ക് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ സ്ഥിതി വരെ കണക്കുകൾ പറയണ്ട. ലീഗിന് സ്വാധീനമില്ലാത്ത ഒരൊറ്റ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതാധിപത്യന്മാർക്ക് സ്വാധീനമില്ലാത്ത ഒരൊറ്റ മണ്ഡലത്തിൽ ഞാൻ താമസിക്കുന്ന എറണാകുളം അടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടോ? പോട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ സീറ്റ് ഇത്രയും കാലം ആ സംഘടനയിൽ പ്രവർത്തിച്ച എൻ്റെ സുഹൃത്ത് നിയാസിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ. മറിച്ച് ബലഹീനമായി എന്ന് അദ്ദേഹം ആരോപിക്കുന്ന CPMന് ഇന്നും രാഷ്ട്രീയ സീറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വേലിയേറ്റമുണ്ടായിട്ടും അവർ പിടിച്ചു നിന്നു. കണ്ണൂർ ജില്ലയിലെ പല സീറ്റും അവർ പിടിച്ചു നിന്നു. എന്തുകൊണ്ട്? പ്രത്യയശാസ്ത്രമായ സമീപനം കൊണ്ട്. പക്ഷേ അവർക്കും പാളിച്ച പറ്റി. അവരും മതസംഘടനകളെ ക്രമാതീതമായി വളർത്തി ഇന്ന് ഭസ്മാസുരൻ്റെ വരം പോലെ ഇന്ന് അവർക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇന്ന് CPM പോളിറ്റ് ബ്യൂറോ, CPM സെക്രട്ടേറിയറ്റ്, CPM കമ്മിറ്റിയൊക്കെ വിലപിക്കുന്നു. മതങ്ങളുടെ ഏകീകരണമുണ്ടായി. ആരുണ്ടാക്കി?
അതിലെ കുറ്റവാളി വക്കീൽമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇവിടെ പ്രത്യയശാസ്ത്രം മറന്ന് മതരാഷ്ട്രീയം വളർത്താൻ ഏറ്റവും അധികം ഇന്ത്യയിൽ മുന്നിട്ട് നിന്ന് നിർഭാഗ്യവശാൽ ഒരു കാലത്ത് മഹത്തരമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ ഗതികേടാണ്. കാരണം ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കൂ, DMKയുടെ ചുമലിൽ കയറി 5 സീറ്റ് കിട്ടിയിട്ട് യാതൊരു ഉടുപ്പുമില്ലാതെ DMK മറികടന്നുകൊണ്ട് വിജയന് ഇതാണോ ജനാധിപത്യത്തിൻ്റെ വലിയ ഉദാഹരണം എൻ്റെ സുഹൃത്തിന് ചൂണ്ടിക്കാണ്. ഇത്രയും നാണകെട്ട രാഷ്ട്രീയം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്? ലീഗ് അടക്കം മടിച്ചു നിന്നു. സ്റ്റാലിൻ പറഞ്ഞു എൻ്റെ തത്വശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ് ADMK. ആ ഒരു കാഴ്ചപ്പാട് എടുക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ ഇല്ല. കാരണം കോൺഗ്രസ് ഒരു പാർട്ടി അല്ലാതെ ആയിക്കഴിഞ്ഞു. കോൺഗ്രസ് വെറും ആൾക്കൂട്ടമായി അധപ്പതിച്ചു. കുറേ ആളുകളുടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യത്തിൽ അസംബ്ലിയിൽ കയറുന്നു, വീരവാദം മുഴക്കുന്നു. ഇന്ന് പണക്കാട്ടയ്ക്ക് കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് തീരുമാനമെടുക്കാത്തത്. അതെ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് ലീഗ് എന്ത് പറയും എന്നറിയാനുള്ള ആകാംക്ഷ കാത്തിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് നിയാസ് സമ്മതിക്കില്ല.